പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൻ്റെ ഈ സമയത്തിന് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ സന്നിധിയിലേക്കൊന്ന് അടുത്ത് വരുവാൻ, ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ നിൻ്റെ മുമ്പാകെ ഒന്ന് നിരത്തി വെക്കുവാൻ പിതാവേ, നീ അവനെ സഹായിച്ച കൃപകൾക്കായി സ്തോത്രം. ഞങ്ങൾ സഭയായി നിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ നിൻ്റെ കൃപയും സാന്നിധ്യവും ഞങ്ങളോടുകൂടി ഇരിക്കണമേ. ഞങ്ങളുടെ ശ്രീജന സഖ്യത്തെ മാനിക്കുന്ന ഒരു ദൈവം ഇന്നും ഞങ്ങളുടെ മധ്യത്തിൽ ഉള്ളതിനായി സ്തോത്രം. ഈ സഭയെ മുറ്റുമോൾ സന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കട്ടെ. വചനം പറയുന്ന അടിയനെയും അത് കേൾക്കുന്ന പ്രിയ മക്കളുടെ ഹൃദയത്തെയും നീ ഒന്ന് ഒരുപോലെ അനുഗ്രഹിക്കുമാറാണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള തോമസ് ശാമുവേൽ തിരുമേനി, ഇടവപ്പട്ടക്കാരനായിരിക്കുന്ന CY തോമസ് അച്ഛൻ, ശ്രീജന സഖ്യത്തിൻ്റെ ഭാരവാഹികളെ, ദൈവജനമേ, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നമ്മൾ സ്ത്രീജന ഞായറായിട്ട് ആചരിക്കുന്ന ദിവസമാവുന്നല്ലോ. നമുക്കറിയാം, ഏത് സഭയിലും ഏത് സംഘടനയെക്കാളിലും ഏറ്റവും വലിയ ഊർജ്ജസ്വലതയോടുകൂടെ പ്രവർത്തിച്ചു വരുന്നത് ശ്രീജന സഖ്യത്തിൻ്റെ പ്രവർത്തനം ആണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ മഹായിടവകയും അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് സത്യം. മഹായിടവകയായിട്ട് ശ്രീജന സഖ്യം പല പ്രോജക്റ്റുകൾ ഏറ്റെടുത്തിരിക്കുന്ന വിവരം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് ആശാഭവൻ്റെ പ്രവർത്തനം, ജുവൽ ബോക്സ്, എൽമ ബേക്കറി, എൽമ ഫ്ലോർ മിൽ, തബീത ടൈലറിംഗ് സെൻറ്റർ, അഗപ്പെ വിശുദ്ധ അപ്പം നിർമ്മാണ കേന്ദ്രം, സാറാഫാത്ത് ഫ്ലീ മാർക്കറ്റ്, പിസ്ക ഹോം, ബേബി ലാൻഡ്, ഗാമോസ് വിവാഹ സഹായ പദ്ധതി, എലയാസ് വൈദ്യസഹായ പദ്ധതി, ഷാലോം മിഷൻ, ഇങ്ങനെ ധാരാളം പ്രോജക്റ്റുകളാണ് മഹായിടവകയായിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോജക്റ്റുകളൊക്കെ ഇത്രമാത്രം വിജയകരമായി തീരുവാൻ തോലശ്ശേരി സഭയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ കൈത്താങ്കളിനും മഹായിടവക ഇന്ന് നന്ദി അർപ്പിക്കുന്നു. തുടർന്നും മഹായിടവയ്ക്ക് വേണ്ടുന്ന കൈത്താങ്കൾ നൽകുവാൻ ഈ സഭയെ ദൈവം ധാരാളമായിട്ടെടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം യഥാസ്ഥാപനത്തിൽ സ്ത്രീകളുടെ പങ്ക് സഭയിലും സമൂഹത്തിലും എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 മാസമായി നമ്മൾ ഓരോരുത്തരും കേട്ട് മടുത്തിരിക്കുന്ന ഒരു വിഷയമാണ് എന്താ? യഥാസ്ഥാപനം. എന്താണ് യഥാസ്ഥാപനം എന്ന് പറയുന്നത്? അതായത് ഒരു പുനഃപ്രതിഷ്ഠ, കേടുപോക്കൽ. എവിടെയൊക്കെയോ പറ്റിപ്പോയ ചില പാകപ്പിഴകളെ നമ്മൾ പുനഃസ്ഥാപിക്കുകയാണ്. അതിൻ്റെ കേടുപാടുകളൊക്കെ മാറ്റി അതിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു അനുഭവം. അതിൻ്റെ രൂപത്തിലും പ്രവൃത്തിയിലുമൊക്കെ വന്നു പോയിരിക്കുന്ന എല്ലാ കുറവുകളും നമ്മൾ കണ്ടറിഞ്ഞ് അവയെ തിരിച്ച് വീണ്ടും സ്ഥാപിക്കുന്ന ഒരു അനുഭവത്തെ നമ്മൾ യഥാസ്ഥാപനം എന്ന് പറയുന്നു. അതൊരു പക്ഷേ നമ്മുടെ വ്യക്തിജീവിതമാകാം, ആരോഗ്യമാകാം, വസ്തുക്കളാകാം, സൗഹൃദമാകാം, സ്നേഹബന്ധമാകാം, സഭയോടുള്ള നമ്മുടെ മനോഭാവമാകാം, കുടുംബ അന്തരീക്ഷമാകാം, സമൂഹത്തിലെ നമ്മുടെ പങ്കാളിത്തമാകാം. എന്തുമായിക്കൊള്ളട്ടെ, എവിടെയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിച്ചു പോയിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയും അതിനെ യഥാസ്ഥാനപ്പെടുത്തുവാനും ഞാനും നിങ്ങളും ഒരുക്കമുള്ളവരായിരിക്കണം. നമുക്കറിയാം, വാഹനമില്ലാത്തവരായി ആരും തന്നെ ഇല്ല. എന്നാൽ വാഹനത്തിനൊരല്പം ഒരു ശബ്ദമോ ഒരു മൂളലോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പറയും, എന്തോ എൻ്റെ വണ്ടിക്ക് പ്രശ്നമുണ്ട്, അതിന് സർവീസിന് കൊടുക്കാൻ സമയമായി. നമ്മൾ എന്ത് ചെയ്യും? മറ്റു കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് കാണുവാൻ സാധിക്കും. അപ്രകാരം തന്നെ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മൂളിച്ചകളുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കേടുപാടുണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്ത് അതിനെ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ ഞാനും നിങ്ങളും ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്ന് മറന്നുപോലെ. പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പുതുക്കലിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ദിനംതോറും ഉണ്ടാകേണ്ടതാണ്. അത് സഭയിലുമാകാം, നമ്മുടെ കുടുംബജീവിതത്തിലുമാകാം, സൊസൈറ്റിയിലുമാകാം. അതിന് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒരു വ്യത്യാസമില്ല. എല്ലാവർക്കും അവരവരുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള അവസരം ദൈവം നമുക്ക് ഇന്ന് നമ്മുടെ മുൻപാകെ തന്നിരിക്കുകയാണ്. എന്നാൽ ഇന്ന് നമ്മൾ സ്ത്രീജന ഞായറായിട്ട് ആചരിക്കുമ്പോൾ ഇന്ന് നാം വായിച്ചു കേട്ടതായ വേദഭാഗത്തിലൂടെ എന്തൊക്കെയാണ് സ്ത്രീകളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, എപ്രകാരമായിരുന്നു അവർ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചത് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ 1-ാം പാഠമായിട്ട് വായിച്ചു കേട്ട വേദഭാഗം 2 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളാണ്. അവിടെ നമ്മൾ കാണുന്നത് എലീശയുടെ കാലത്ത് ജീവിച്ചിരുന്ന ശൂനേംകാരത്തി സ്ത്രീയുടെ അനുകരണീയമായ ചില സ്വഭാവ ഗുണത്തെയാണ്. വളരെ നമുക്ക് ഏവർക്കും
അവളുടെ ജീവിതത്തെ മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിൽ അവൾ തൻ്റെ ജീവിതത്തെ നമ്മുടെ മുമ്പാകെ വരച്ചു കാട്ടുന്നുണ്ട്. അവളുടെ വിവേകവും അനുസരണവും തൻ്റെ പ്രതിസന്ധികളിൽ അവൾക്ക് മനസ്ഥൈര്യം കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, അവളുടെ കുടുംബജീവിതത്തെ അവൾക്ക് യഥാസ്ഥാനപ്പെടുത്തുവാൻ സാധിച്ചു എന്ന് ഈ വാക്യങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് ശൂനേംകാരത്തി സ്ത്രീയിൽ കാണുന്ന ചില ഗുണവിശേഷങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നുണ്ട്, അവൾ ആത്മീയ തീക്ഷ്ണതയുള്ളവളായിരുന്നു. നമ്മൾ 2 രാജാക്കന്മാർ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. കൂടെ കൂടെ കടന്നു പോകുന്ന ഈ മനുഷ്യൻ ഒരു ദൈവപുരുഷൻ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധം അവിടെ ജീവിതത്തിൽ ഉളവെടുക്കുകയാണ്. ഇവിടെ പറയുന്നുണ്ട്, യഹോവയുടെ പ്രവാചകനെ തിരിച്ചറിയുന്ന ഈ ശൂനേംകാരത്തി സ്ത്രീ എന്ത് ചെയ്തെന്നോ, അവൾ തൻ്റെ ഭർത്താവിനെ അറിയിക്കുകയും എലീശ പ്രവാചകന് വേണ്ടുന്നതായ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും അവൾ തൻ്റെ വീട്ടിൽ ഒരുക്കി കൊടുക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. എന്താണ് അവിടെ സ്വഭാവം നമ്മളിവിടെ കാണുന്നത്? അവിടെ ജീവിതത്തിൽ തൻ്റെ ദൈവപുരുഷനെ ആദരിക്കുവാനുള്ള ഒരു മനോഭാവം അവളിവിടെ വെളിപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരും, എൻ്റെ മാതാപിതാക്കളും എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ അനേക ഉപദേശിമാരെ സ്വീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അന്നത്തെ കാലത്തൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ അന്നൊക്കെ ഉപദേശിമാർ ആ പ്രാർത്ഥന കഴിഞ്ഞ് ആ വീട്ടിൽ താമസിച്ച് അടുത്ത ദിവസമേ പോകത്തുള്ളൂ. അവർക്കൊക്കെ വെച്ച് വിളമ്പി കൊടുക്കുവാൻ അവർ കാണിച്ച ഒരു താല്പര്യം, ഒരു തീഷ്ണത, ഒരു ആവേശമൊക്കെ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ മനസ്സിൽ കുളിർമ കൊള്ളുന്ന ഒരു അനുഭവമാണ്. തീർച്ചയായിട്ടും അന്ന് നമ്മുടെ മാതാപിതാക്കളോ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ചെയ്ത ആ നല്ല പ്രവൃത്തികളുടെ അനന്തരഫലമായിട്ടാണ് നമ്മൾ ഇന്ന് ഇത്രമാത്രം ക്ഷേമത്തോടുകൂടി ഇരിക്കാൻ ആയിത്തീർന്ന് നമ്മൾ മറന്നു പോലെ. അതുകൊണ്ട് ദൈവപുരുഷന്മാരെ ആദരിക്കുവാനും അവരെ ബഹുമാനിക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരണം. രണ്ടാമതായി ശൂനേംകാരത്തി സ്ത്രീയിൽ നമ്മൾ കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ്, അവൾ സംതൃപ്തയായിരുന്നു. 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, സൽക്കാരത്തിൽ സന്തുഷ്ടനായിരിക്കുന്ന എലീശ പ്രവാചകൻ അവളോട് ചോദിക്കുകയാണ്, നീ ഇത്രമാത്രം താല്പര്യത്തോടെ ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ആവശ്യമായി, ഞങ്ങൾ വിചാരിക്കുന്നതിലും അധികമായി നീ ഞങ്ങളെ സ്നേഹിക്കുന്നു, നീ ഞങ്ങളെ കരുതുന്നു, നീ ഞങ്ങളെ പരിപാലിക്കുന്നു, നിനക്ക് എന്താണ് ഞങ്ങൾ ചെയ്തു തരേണ്ടത്? അപ്പോൾ അവിടെ മറുപടി ഇപ്രകാരമാണ്, ഞാൻ സ്വജനത്തിൻ്റെ മധ്യത്തിൽ വസിക്കുന്നു. നമുക്കറിയാം, ശൂനേംകാരത്തി സ്ത്രീക്ക് ഒരു തലമുറയില്ലാത്ത വേദന അവിടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അവളുടെ ഭർത്താവ് വൃദ്ധനായിരുന്നു എന്നും വചനം നമ്മളെ ഓർപ്പിക്കുന്നു. എന്നിട്ടും അവൾ ഒരു ആവശ്യം പറയാതെ വളരെ തൃപ്തിയോടുകൂടെ എലീശ പ്രവാചകൻ്റെ മുമ്പാകെ നിൽക്കുന്നതാണ് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. അവിടെ കാണുന്നു, ഭൗതിക മോഹങ്ങൾക്കല്ല അവൾ പ്രാധാന്യം കൊടുത്തത്, പിന്നെയോ ദൈവഹിതത്തിനായി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ശൂനേംകാരത്തി സ്ത്രീയെ. ഗേഹസി ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എലീശ പ്രവാചകനോട് പറയാണ്, അവൾക്ക് ഒരു മകനില്ലല്ലോ. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എലീശ പ്രവാചകൻ അവളെ അനുഗ്രഹിക്കുകയും ദൈവം അവർക്ക് ദാനമായിട്ട് ഒരു മകനെ കൊടുക്കുന്നതും കാണുവാൻ സാധിക്കുന്നു. മൂന്നാമതായി ശൂനേംകാരത്തി സ്ത്രീയിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വിശ്വാസം ഏറിയതായിരുന്നു. വളരെ നാളുകൾക്ക് ശേഷം ദൈവം അവനൊരു മകനെ കൊടുത്തു. എന്നാൽ പെട്ടെന്ന് തന്നെ ആ മകനെ തന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുമ്പോൾ ആ മാതൃഹൃദയം എത്രമാത്രം വേദനിച്ചു കാണും. എങ്കിലും അവൾ ആരോടോ പരാതിപ്പെടുവാനോ ആരോടും തൻ്റെ പരിഭവത്തെ പങ്കുവെക്കുവാനോ തൻ്റെ ഭർത്താവിനെ പ്രയാസപ്പെടുത്തുവാനോ നിൽക്കാതെ അവൾ വേഗം ഓടുകയാണ്. എവിടേക്ക്? താൻ വിശ്വസിച്ചിരുന്ന ആ ദൈവപുരുഷൻ്റെ അടുക്കലേക്ക് അവൾ ഓടിച്ചെന്നപ്പോൾ അവൾക്ക് അവിടെ ഒരു ഫലം കാണുവാൻ സാധിച്ചു. അവിടെ മകനെ ജീവനോട് അവൾക്ക് മടക്കി ലഭിച്ചു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ടതായ വേദഭാഗം നമ്മൾ നോക്കുമ്പോൾ 8-ാം അധ്യായം 1 മുതൽ 6 വാക്യത്തിൽ നമ്മൾ പറയുന്നുണ്ട്, അനുസരണ മനോഭാവമുള്ള ഒരു ശൂന്യംകാരത്തി സ്ത്രീ. ഇവിടെ കാണുന്നത്, ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അനുഭവിച്ച എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പെട്ടെന്ന് തന്നെ അവർ മറന്നു പോവുകയാണ്. ദൈവത്തിൽ നിന്നും പ്രാപിച്ച വിടുതൽ മറന്നു പോയിക്കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? പാപത്തിലേക്ക് വീണ്ടും വഴുതി വീഴുമ്പോൾ യഹോവയുടെ കോപം അവരുടെ മേൽ വരികയാണ്. എന്താണ് പറയുന്നത്? ക്ഷാമമുണ്ടാകാൻ പോകുന്നു. 7 വർഷക്കാലം ദേശത്ത് ക്ഷാമമുണ്ടാകാൻ പോകുന്നു എന്ന് ഈ വിവരം ആരറിയിക്കുന്നു? നമ്മൾ ഇന്ന് വായിച്ചു കേട്ടതായ വേദഭാഗം 8-ാം അധ്യായം 1-2 പറയുന്നുണ്ട്. അനന്തരം എലീശ സ്ത്രീയോട്, ക്ഷാമം വരുന്നു, നീയും നിന്റെ ഭവനവും എവിടെയെങ്കിലും പോയി പരദേശവാസം ചെയ്തു കൊള്ളുവിൻ എന്ന് പറഞ്ഞു.
വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് അല്ലേ? നമുക്കുള്ളതിനെയൊക്കെ ഒന്ന് വിട്ടിട്ട് പോവുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ശൂന്യക്കാരത്തെ സ്ത്രീയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 4-ാം അധ്യായം എൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൾ ധനികയായ ഒരു സ്ത്രീയായിരുന്നു. തനിക്കുള്ള സമ്പത്തുകളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോകുക എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞ് ചിന്തിക്കാം. നമുക്കറിയാം, പണ്ട് ലോത്തിൻ്റെ ഭാര്യ ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചതാണ് ഇന്നും ഉപ്പ് തൂണായിട്ട് അവിടെ നിൽക്കുന്നത്. ഇവൾക്ക് ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു. എങ്കിലും ദൈവപുരുഷൻ്റെ വാക്കനുസരിച്ചുകൊണ്ട് ഓടിപ്പോകുന്ന ഒരു ശൂന്യക്കാരത്തി സ്ത്രീ. അവൾ ഓടിപ്പോയി ഫെലിസ്ത്യ ദേശത്ത് പോയി പാർത്തു. ക്ഷാമത്തിന് ശേഷം അവൾ മടങ്ങി വരികയാണ്. ക്ഷാമത്തിന് ശേഷം മടങ്ങി വരുമ്പോൾ അവിടെ വീണ്ടും നിരാശയുടെ അനുഭവം. എന്താണ് പറയുന്നത് അവിടെ? അവൾ പറയുന്നത് അവൾക്ക് ഉണ്ടായിരുന്ന വസ്തുവകകളിൽ ആരോ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൾക്കുണ്ടായിരുന്ന ഭവനത്തിൽ ഇന്ന് മറ്റാരോ താമസിക്കുന്നു. ഈ പ്രയാസം അവൾക്ക് ആരോട് പങ്കിടാൻ സാധിക്കും? അവൾ ഓടിച്ചെല്ലുന്ന എവിടെയാണ്? രാജസന്നിധിയിൽ ഓടിച്ചെന്നിട്ട് അവൾ ചെല്ലുമ്പോഴേക്കും അവളെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഗേഹസി അവിടെ രാജാവിന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇവളെക്കുറിച്ച് എല്ലാ അറിവുകളും ലഭിച്ചതായ രാജാവ് അവിടെ പറയുന്നുണ്ട്, ഇവൾക്ക് ലഭിക്കേണ്ടതെല്ലാം മടക്കി കൊടുക്കണം. ഇവൾക്ക് ഉണ്ടായിരുന്ന വസ്തുവകകൾ ഇവൾക്ക് മടക്കി കൊടുക്കണം. ഇവൾക്കുണ്ടായിരുന്ന ഇവിടെ ഭവനത്തെ ഒന്ന് മടക്കി കൊടുക്കണം. മാത്രമല്ല, ആ നിലത്തിൻ്റെ ആദായം ഇന്ന് വരെ എന്തെല്ലാം ആദായം ലഭിച്ചിട്ടുണ്ടോ അതൊക്കെയും അവൾക്ക് മടക്കി കൊടുക്കണം. പ്രിയ ദൈവജനമേ, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, ദൈവത്തെ അനുസരിക്കുന്ന പ്രിയ മക്കൾക്ക് ദൈവം തൻ്റെ നീതിയാൽ നിറയ്ക്കുന്ന ദൈവമാണ് എന്നുള്ളത് ഞാനും നിങ്ങളും മറന്നു പോകല്ലേ. ദൈവത്തെ അനുസരിക്കുവാൻ ഇന്ന് എനിക്ക് നിങ്ങൾക്കും സാധ്യമായി തന്നു. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളുടെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ അനുസരണക്കേടല്ലേ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പല അനുഗ്രഹങ്ങളും ഇന്ന് തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ചില അനുസരണക്കേടല്ലേ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ ഒരു 30 വയസ്സുള്ളൊരു സ്ത്രീ, അവൾ വളരെ ആത്മീയമായിട്ട് ഉണർവ് ലഭിച്ചവളാണ്. പെട്ടെന്ന് എന്നാൽ ഒരു അസുഖം ബാധിച്ചവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നു. അനേക ഡോക്ടേഴ്സ് വന്ന് അവളെ ചികിത്സിക്കാൻ തുടങ്ങി. പക്ഷേ എന്താണ് രോഗമെന്ന് തിരിച്ചറിയാൻ ആർക്കും സാധിച്ചില്ല. ഒരു ദിവസം പെട്ടെന്ന് ഡോക്ടർ വന്നിട്ട് വീട്ടുകാരോട് പറഞ്ഞു, ഇനി ഇവൾക്ക് അധിക ദിവസം ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് നാളെ തന്നെ ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അന്ന് രാത്രിയിൽ അവൾ നിലവിളിച്ചു, ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ എത്ര കൂട്ടായ്മയ്ക്ക് പോയതാ, എത്ര ഇടത്ത് എൻ്റെ വചനങ്ങൾ ഞാൻ പ്രഘോഷിച്ചതാണ്, നീ എന്നെ ഒന്ന് ഓർക്കണം. എനിക്ക് 2 പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുണ്ട്, അവരെ നീ ഒന്ന് ഓർക്കണം. അങ്ങനെ അവൾ നിലവിളിച്ച്, ദാവീദ് പറയുന്നത് പോലെ തൻ്റെ കട്ടിലിനെ കണ്ണുനീരുകൊണ്ട് നനച്ചിരിക്കുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ അവിടെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു, മകളെ, നിനക്ക് എന്താണ് ആവശ്യം? നിൻ്റെ ആവശ്യം ഞാനിന്ന് നിറവേറ്റി തരും. അവൾ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, എനിക്കിപ്പോൾ 30 വയസ്സുണ്ട്, ഒരു കാര്യം ചെയ്യുക, അങ്ങ് എനിക്കൊരു 45 വർഷം കൂടെ ജീവിക്കാൻ ഒരു അവസരമുണ്ടാക്കി തരണം. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ഒരു സ്ഥാനത്തെത്തുന്നത് എനിക്കൊന്ന് കാണണം. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പെട്ടെന്ന് പറഞ്ഞു, ശരി, ഞാൻ നിനക്കിനി ഒരു 45 വർഷം കൂടെ ദാനമായി തരും, നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. പക്ഷേ നീ എന്ത് ചെയ്യണം? ദൈവത്തെ മുറുകെ പിടിച്ചുകൊള്ളണം. അങ്ങനെ അടുത്ത ദിവസം വന്നു, ഡോക്ടേഴ്സ് വന്ന് പരിശോധിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, വലിയൊരു വിടുതലിൻ്റെ ഒരു അനുഭവമാണ് അവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ അവർ ഡിസ്ചാർജ് വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവളിങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്കിപ്പോൾ 30 വയസ്സേ ഉള്ളൂ, ഇനി 45 വർഷക്കാലം എൻ്റെ ആത്മാവിനെ തൊടുവാൻ ആർക്കും സാധിക്കുകയില്ല. പണ്ട് കൂട്ടായ്മയിൽ പങ്കെടുത്തിരുന്ന ഈ സ്ത്രീ ഇന്ന് കൂട്ടായ്മയിൽ നിന്ന് അകലാൻ തുടങ്ങുന്നു. അനേക സൗഹൃദമുണ്ടായിരുന്ന ഈ സ്ത്രീ സൗഹൃദമൊക്കെ അങ്ങ് വെടിഞ്ഞു. ഭർത്താവിനെ അനുസരിക്കാതെയായി, മക്കളെ നോക്കാതെയായി. ഇവള് പറയുന്നുണ്ട്, ഇനി എനിക്ക് പേടിക്കുവാൻ ഒന്നുമില്ല. അവിടെ രൂപത്തിൽ അവൾ ചില മാറ്റങ്ങൾ വരുത്തി, അവിടെ ഭാവത്തിന് ചില മാറ്റങ്ങൾ വരുത്തി, സ്വഭാവമൊക്കെ മാറ്റം വരുത്തി. നമുക്കറിയാം, ഇന്ന് നമ്മൾ ജംഗ്ഷനിലൂടെയൊക്കെ പോകുമ്പം നമ്മുടെ പിള്ളേരെ മാത്രം പറയണ്ട, എല്ലാവരും ചെവിയിലൊക്കെ സാധനം വെച്ചോണ്ട് ഇങ്ങനെ പോകുന്നത് കാണല്ലേ. അവർ തന്നെത്താനെ സംസാരിക്കുന്നു, തന്നെത്താനെ ചിരിക്കുന്നു, ചിലപ്പോൾ ഹഹ എന്നൊക്കെ നമ്മൾ പേടിച്ചു പോകുന്ന രീതിയിലൊക്കെ അവർ പെരുമാറാറുണ്ട്. എത്ര കാലം ഇവർക്കൊക്കെ ചെവി കേൾക്കാൻ സാധിക്കുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ഇവളും ഇവിടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി. ഇവൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇയർഫോണിൽ കൂടെ ഒക്കെ പാട്ട് കേട്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഒരിക്കൽ ഇവൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെ നിന്ന് ജനം പറയുന്നുണ്ട്, നിങ്ങളെ പോകരുത്, വണ്ടി വരുന്നു എന്ന് വിളിച്ചു പറയുമ്പോഴും ഇവിടെ ചെവിയിൽ ഈ ഇയർഫോൺ ഇരിക്കുന്നത് കൊണ്ട് ഇവൾക്കൊന്നും കേൾക്കുവാൻ സാധിച്ചില്ല. പെട്ടെന്ന് തന്നെ അവൾ ക്രോസ് ചെയ്തു, ഓവർടേക്ക് ചെയ്ത് വന്ന വാഹനം ഇവൾ ഇടിച്ച് അവിടെ തന്നെ അവൾ മരണപ്പെട്ടു. അങ്ങനെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കുക. ന്യായവിധിയുടെ മുമ്പാകെ നിൽക്കുമ്പോൾ ഇവൾക്ക് വലിയ കോപമാണ്. കാരണം
45 വർഷക്കാലം എനിക്ക് ഒന്നും സംഭവിക്കയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇതെന്തുകൊണ്ട് സംഭവിച്ചു? അവിടെ പേര് വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, അല്ലയോ ദൂത, നിങ്ങളല്ലയോ എന്നോട് പറഞ്ഞത് എനിക്കിനിയും 45 വർഷക്കാലം ഒന്നും സംഭവിക്കില്ല? ദൂതൻ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞോ 45 വർഷക്കാലം നിനക്കൊന്നും സംഭവിക്കില്ലെന്ന്? പറഞ്ഞു. ഞാൻ ഇന്നയാളാണ്, ഇന്ന ഹോസ്പിറ്റലിൽ ഇന്ന റൂമിൽ ഞാൻ കിടക്കുമ്പോൾ നീ എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ ദൂതൻ ഒരു മറുപടി കൊടുത്തു, നീ ഇന്ന ഹോസ്പിറ്റലിൽ ഇന്ന റൂമിൽ കിടക്കുമ്പോൾ നിൻ്റെ ഭാവം ഇതല്ലായിരുന്നു, നിൻ്റെ രൂപം ഇതല്ലായിരുന്നു, നിൻ്റെ മനസ്സ് ഇതല്ലായിരുന്നു. എന്നാൽ ആ റോഡിൻ്റെ നടുവിൽ നീ നിൽക്കുമ്പോൾ നിന്നെ എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. നീ ദൈവത്തെ എപ്പോഴെങ്കിലും മറന്നുപോയോ മകളെ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. പ്രിയമുള്ളവരെ, ഈ ചോദ്യം ഇന്ന് ദൈവം നമ്മളോട് ചോദിക്കണേ. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തെ മറന്നുപോയിട്ടുണ്ടോ? നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തെ അനുസരിക്കാതെ പോയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ തന്ന നന്മകളും കൂടെ ദൈവം എടുത്തു കളയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ശൂനേംകാരത്തി പറയുന്നത് പോലെ അനുസരണയോടുകൂടെ പ്രതിസന്ധികളിൽ താളടിയായി പോകാതെ വേണം ദൈവത്തെ അനുഗമിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടെങ്കിൽ നാമും നമ്മുടെ കുടുംബവും യഥാസ്ഥാനപ്പെടും. ഇവിടെ ശൂനേംകാരത്തി സ്ത്രീ ഇതാണ് കാണിക്കുന്നത്. പലപ്പോഴായി അവിടെ കുടുംബം ശിഥിലമായി പോകാമായിരുന്നു. എന്നാൽ തൻ്റെ വിവേകമുള്ള പ്രവർത്തനം ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുവാൻ അവൾക്ക് സാധിച്ചു. രണ്ടാമതായി നമ്മൾ കാണുന്ന റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഫേബെ എന്ന വിശ്വസ്തതയുടെ ഒരു പ്രതിരൂപത്തെ കാണുവാൻ സാധിക്കും. നമ്മൾ വചനം പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പൗലോസ് അപ്പോസ്തലൻ 1.5 വർഷക്കാലം കൊരിന്ത്യ സഭയിൽ ആ പ്രദേശത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സുവിശേഷം അവിടെ പ്രഘോഷിച്ചിരുന്നു. അനേകർക്ക് ദൈവത്തിൻ്റെ വചനങ്ങളെ പങ്കിട്ട് കൊടുത്ത പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ കേട്ട് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നവളായിരുന്നു ഈ ഫേബ എന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെ അവൾ ദൈവ വിളിക്കനുസരണമായി തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് സഭയിലെ ഒരു സജീവ പങ്കാളിയായി, ഒരു പ്രവർത്തകയായി പിന്നീട് ഫേബ അവിടെ മാറ്റപ്പെടുകയാണ്. ഈ ഫേബയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ റോമാസഭയോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ പറയുന്നു, 16-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്: നമ്മുടെ സഹോദരിയും കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരിയുമായ ഫേബ നിങ്ങൾക്ക് വിശുദ്ധന്മാർക്ക് യോഗ്യമാമണം കർത്താവിൻ്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കണം. അവൾ പലർക്കും, വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു. നോക്കി, എത്ര വലിയൊരു സാക്ഷ്യമാണ് ഫേബയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലനോട് പറയുന്നത്. 3 കാര്യം പറയുന്നുണ്ട്. ഒന്നാമത് പറയുകയാണ്, അവൾ സഹോദരിയാവുന്നു. നമ്മുടെ സഹോദരിയാണ് ഞാൻ ഈ അയക്കുന്ന ഫേബ എന്ന് പറയുന്നത്. അവൾ പറയുന്നത് കർത്താവിനോടുള്ള ബന്ധത്തിൽ സഹോദരി എന്ന് വിശേഷിപ്പിച്ചിരുന്നു. തൻ്റെ കൂട്ടുവേലക്കാരിയായി പ്രവർത്തിച്ചിരുന്ന ഫേബയെ അവൻ സഹോദരിയായി കാണുന്നു. കാരണം ദൈവ വിളിക്ക് യോഗ്യമാമണ്ണം തന്നെ സമർപ്പിച്ചവളായിരുന്നു ഫേബ. രണ്ടാമത് പറയുകയാണ്, അവളൊരു ശുശ്രൂഷകയാണ്. ഒരു സഭയ്ക്ക് ആവശ്യമാകുന്ന കൈത്താങ്ങൽ കൊടുക്കുവാൻ വളരെ പ്രാപ്തിയുള്ള സ്ത്രീയായിരുന്നു ഫേബ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ ചില പാഠങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഒരു പുരുഷൻ സഭയ്ക്ക് എന്തെല്ലാം ചെയ്യുന്നുവോ അത് എല്ലാം ഫേബ കൃത്യമായി ചെയ്തുകൊണ്ടേയിരുന്നു. അവൾക്ക് ദൈവത്തിൻ്റെ വിളി ഉണ്ടായിരുന്നു എന്ന് നമുക്കത് മനസ്സിലാക്കാം. ക്രിസ്തുവിൻ്റെ കൂട്ടുവേലക്കാരായിരിക്കുമ്പോൾ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാനുള്ള നല്ല മനസ്സിന് ഉടമയായിരുന്നു ഫേബ എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. മൂന്നാമതായിട്ട് അവളെക്കുറിച്ച് പറയുകയാണ്, അവൾ വലിയൊരു സഹായിയാണ്. സഭാമക്കൾക്കും പൗലോസിനും ഉൾപ്പെടുന്ന അനേക സഭാ നേതൃത്വത്തിന് സഹായം ചെയ്തു കൊടുത്തവളാണ് ഈ ഫേബ എന്ന് പറയുന്നത്. കാരണം അന്നത്തെ കാലം എന്ന് പറയുന്നത് കഷ്ടതയുടെ കാലമാണ്, പീഡനം ഏറി വന്നുകൊണ്ടിരുന്ന കാലമാണ്. അനേകർക്ക് ദോഷങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും നേരിടുമ്പോൾ, പ്രത്യേകിച്ച് ദൈവമക്കളെന്ന് കാണുമ്പോൾ വളരെയധികം കഷ്ടതയിലൂടെ അവർ കടന്നുപോയവരാണ്. ആ സ്ഥാനത്തൊക്കെയും അവരെ കരുതുവാനും അവർക്ക് വേണ്ടിയുള്ള തുണയും സംരക്ഷണം നൽകുവാനും ഈ ഫേബയ്ക്ക് സാധിച്ചു. നോക്കുക, പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിൽ വിളിച്ചവൻ വിശ്വസ്തൻ എന്ന് എണ്ണിക്കൊണ്ട് സഭയ്ക്ക് വേണ്ടി നിലനിൽക്കുവാൻ ഫേബയ്ക്ക് സാധ്യമായി തന്നു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഇന്ന് സഭയുടെ അംഗങ്ങളാണെന്ന് പറയുന്നത് നമ്മൾ അഭിമാനിക്കുന്നവരാണ്. എന്നാൽ എന്താണ് നമുക്ക് സഭയ്ക്ക് വേണ്ടി ചെയ്യുവാൻ സാധിക്കുന്നത്? സഭയ്ക്ക് ആവശ്യമായ കൈത്താങ്ങൾ ഇന്ന് നമുക്ക് വേണ്ടും ഇത് കൊടുക്കുവാൻ സാധിക്കുന്നു. പണ്ടൊരിക്കൽ ഞങ്ങളൊരു ഇലക്ഷൻ സമയത്ത് ഞങ്ങളോടൊരു സ്ത്രീജന സഖ്യത്തിൻ്റെ അവരൊന്ന് പറയാം, മെമ്പർ എന്ന് പറഞ്ഞാൽ അവരങ്ങനെ പള്ളിയിലൊന്നും വരാറില്ല, മീറ്റിങ്ങിലും വരാറില്ല. എന്നാൽ ഇലക്ഷൻ അല്ലയോ, എല്ലാവരും കൂടി വരണം, പൊതുയോഗത്തിലൊക്കെ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറയാം, എന്നെ സെക്രട്ടറി ആക്കാമെങ്കിൽ ഞാൻ സംഘടനയിൽ
പ്രവർത്തിച്ചോളാം. ഇന്ന് പലപ്പോഴും നമ്മുടെ മനോഭാവം ഇത് തന്നെയാണ്. എന്നെ ഇന്നാരാക്കാമെങ്കിൽ, എനിക്കൊരു സ്ഥാനം തരാമെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. പക്ഷേ ഇവിടെ ഫേബ പറയുന്ന ഒരു ഇതുണ്ട്, ഞാൻ ഒരിക്കലും ഒരു വേലയായിട്ടല്ല കാണിച്ചത്, ഇതെൻ്റെ ക്രിസ്തുവിനുള്ള സേവനം. കാരണം എനിക്കൊരു യജമാനനുണ്ട്, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. എന്തെല്ലാം കഷ്ടം എനിക്ക് അനുഭവിക്കേണ്ടി വന്നാലും എന്നോടൊപ്പം എൻ്റെ യജമാനനുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഫേബയെ ഭരിച്ചിരുന്നു. ഒരിക്കൽ ഒരു പശു പുല്ല് മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുല്ല് മേഞ്ഞ് വന്നപ്പം കാട്ടിലേക്കൊന്ന് നോക്കി. അവന് ഇഷ്ടമുള്ള ധാരാളം പുല്ലുകൾ അവിടെ നിൽക്കുന്നു. അവൻ തേച്ചൊന്ന് അല്പം തിന്നിട്ടൂടെ വന്നേക്കാം. അങ്ങനെ തിന്നുന്നതിന് വേണ്ടി അവൻ കാട്ടിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം. നോക്കവേ എന്താണെന്നറിയാവോ? വിശന്ന് വലഞ്ഞ് ഓടി വരുന്ന ഒരു പുലി. ഇവൻ എന്ത് ചെയ്തു? വഴി തെറ്റിച്ച് ഓടാൻ തുടങ്ങി. അങ്ങനെ പശു ഓടിച്ചെന്ന് പെട്ടത് എവിടെയാണെന്നറിയാവോ? ഒരു ചെളിക്കുഴിയിൽ. പുലിയും അതിൻ്റെ പുറകാലെ വന്ന് ഈ ചെളിക്കുഴിയിലേക്ക് വീണു. ചെളിക്കുഴിയിൽ നിന്ന് അവർ രക്ഷപ്പെടാൻ കാല് പൊക്കും തോറും വീണ്ടും അവർ താന്നു പൊക്കൊണ്ടേയിരിക്കുകയാണ്. കുറേ നേരം അവർ ശ്രമിച്ചു. അപ്പോൾ പശു പുലിയോട് പറഞ്ഞു, ഇനി നമുക്കൊന്നും ചെയ്യണ്ട, നമുക്കൊരു സ്വല്പം വെയിറ്റ് ചെയ്യാം. ആരെങ്കിലും ഇതുവഴി കടന്നു വരുമ്പോൾ നമുക്ക് അവരോട് സഹായം ചോദിക്കാം, അവരെന്ത് ചെയ്യും? നമ്മളെ രക്ഷിക്കും. അപ്പോൾ പുലി വിചാരിച്ചു, ശരി, ആരെങ്കിലും വരുവാണെങ്കിൽ അവനെയും തിന്നാം, ഇവനെയും എനിക്ക് തിന്നാം, രണ്ടുപേരും കൂടെ വെയിറ്റ് ചെയ്യാം. കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരു ഓമനപ്പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ശബ്ദം ഈ പശു കേട്ടു. അവൻ അതിന് റെസ്പോണ്ട് ചെയ്തു. ആ യജമാനൻ എന്ത് ചെയ്യുന്നറിയോ? ഓടി അവൻ്റെ അടുത്തേക്ക് വന്നു. അപ്പം പുലി പറഞ്ഞു, ആദ്യമേ എന്നെ രക്ഷിക്കുക. അപ്പം യജമാനൻ ഇതൊന്നും കേൾക്കാതെ ഈ പശുവിൻ്റെ കഴുത്തിൽ നിന്ന് ഈ കയർ ഊരിയിട്ട് വലിച്ചു കയറ്റാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പശു നടന്നു പോകുമ്പോൾ തിരിഞ്ഞ് പുലിയോട് പറയാണ്, നിനക്ക് എത്ര ബലമുണ്ടായാലും ശരി, നീ എത്ര വലിയവനാണെങ്കിലും ശരി, എൻ്റെ കഴുത്തിലൊരു കയറുണ്ടെങ്കിൽ അതിൻ്റെ അറ്റത്ത് പിടിക്കാൻ എനിക്കൊരു യജമാനനുണ്ട്. വിശ്വസ്തത എന്ന് പറയുന്ന ഇതാണ്. നമ്മളെ വിളിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ നമ്മളെ പരിപാലിക്കാൻ എൻ്റെയും നിങ്ങളുടെയും യജമാനന് കഴിയുമെന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെ വിളിച്ചൊരു സ്ഥാനത്ത് ഇരുത്തിയിരിക്കുമ്പോൾ, ഒരു സ്ഥാനത്ത് ആക്കിയിരിക്കുമ്പോൾ, ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് വിശ്വസ്തയോടുകൂടി പ്രവർത്തിപ്പാൻ ഞാനും നിങ്ങളും മനസ്സുള്ളവനാണെങ്കിൽ നമ്മെ പരിപാലിക്കുകയും നിലനിർത്തുന്നതും ഒരു യജമാനൻ നമുക്കും ഉണ്ട് നമ്മൾ മറന്നുപോലെ. അതുകൊണ്ട് വിശ്വസ്തരായിരിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സ്ഥലം. ചിലപ്പം പ്രതികൂലങ്ങൾ നേരിട്ടേക്കാം, പ്രയാസങ്ങൾ നേരിട്ടേക്കാം. ഫേബ അനേക കഷ്ടങ്ങൾ സഹിച്ചവളാണ്. അനേക കഷ്ടതകൾക്ക് വേണ്ടി അവൾ തൻ്റെ ജീവൻ പോലും മറന്ന് ശുശ്രൂഷകരെ അവൾ കരുതിയവനാണ്. ഇവിടെ പറയുന്നുണ്ട്, പൗലോ കൊയ്ലോയുടെ ഒരു വാക്കുകൾ ഇപ്രകാരമുണ്ട്, ഫോർ ഈച്ച് സഫറിങ് ദർ ഈസ് എ റിസൾട്ട്, ദർ ഈസ് എ റിവാർഡ്. നമ്മൾ അനുഭവിക്കുന്ന ഓരോ കഷ്ടത്തിനും ഒരു റിവാർഡ് നമുക്ക് സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള ആ ചിന്ത നമ്മെ എപ്പോഴും ഭരിക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനോടുള്ള വിശ്വസ്തത പരിപാലിക്കാൻ നമുക്ക് സാധിക്കും. ക്രിസ്തുവിനോടുള്ള വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ സഭയെ യഥാസ്ഥാനപ്പെടുത്താൻ എനിക്ക് നിങ്ങൾക്ക് സാധ്യമായി തീരും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവനെ പിൻപറ്റുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായി തീരട്ടെ. മൂന്നാമതായിട്ട് നമ്മൾ വായിച്ചത് ഇന്നത്തെ സുവിശേഷ വേദഭാഗം എന്ന് പറയുന്നത് മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നമ്മൾ കാണുന്നത് ബെഥാനിയയിലെ ശിമോന്റെ ഭവനത്തിലെ വിരുന്നിൻ്റെ ഒരു അനുഭവം. ഒരു വിരുന്ന് അവിടെ നടക്കുകയാണ്. ശിമോന്റെ ഭവനത്തിൽ പന്തിയിൽ ഭോജനത്തിന് ഇരുന്ന യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി വരുന്ന ഒരു സ്ത്രീ. ആരായിരുന്നു ആ സ്ത്രീ? ആരായിരുന്നു അവിടെ സ്ത്രീ ഓടി വന്നത് യേശുവിൻ്റെ അടുക്കലേക്ക്? എൻ്റെ സൗണ്ട് കൂടിയിട്ടാണോ എന്നറിയത്തില്ല, എനിക്കൊന്നും കേൾക്കാൻ വയ്യ. നിങ്ങൾ പറയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറിയ അവിടെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഓടി വരികയാണ്. നമുക്ക് ഈ മറിയെ നേരത്തെ അറിയാവുന്നത്. എവിടെയാ വെച്ചാൽ മറിയെ അറിയാവുന്നത്? യേശുവിൻ്റെ പാദപീഠത്തെങ്കിൽ ഇരുന്നു കൊണ്ട് യേശുവിൻ്റെ വചനം കേട്ട ഒരു മറിയ ഉണ്ടായിരുന്നു. ആ മറിയയാണെന്ന് മറ്റു വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഓടി വരികയാണ്. അന്ന് യേശുവിൻ്റെ കാൽക്കൽ ഇരുന്നുകൊണ്ട് വേദ പഠനങ്ങളൊക്കെ അവൾ നടത്തുമ്പോൾ അവളെ സഹോദരി വിമർശിക്കുമ്പോഴും യേശു പറഞ്ഞൊരു വാക്കുണ്ട്. അവിടെ പറയുന്നുണ്ട്, അവൾ നല്ല അംശമല്ലോ തിരഞ്ഞെടുത്തത്. അവൾ നല്ല അംശം തിരഞ്ഞെടുത്തതായ മറിയ തൻ്റെ ജീവിതത്തിൽ യേശുവിനോടുള്ള സ്നേഹത്തെ നിറച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ യേശുവിനോടുള്ള അവിടെ അഗാധമായ സ്നേഹം ഇവിടെ കാണുകയാണ്. കാരണം അവനൊരു ഗുരുവാണ്. അവൾക്ക് വേണ്ടുന്ന സമയത്ത് ആവശ്യമായ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന തൻ്റെ ഗുരുവായിട്ടാണ് അവൾ യേശുവിനെ കണ്ടത്. മാത്രമല്ല, അവളുടെ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന വേദനയുടെ മധ്യത്തിൽ, അവളുടെ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന ദുഃഖത്തെ പരമാനന്ദമാക്കി കൊടുത്ത ഒരു ദൈവപുത്രനായിട്ടാണ് മറിയ അവളെ കാണുന്നത്. അതുകൊണ്ട് അവൾക്ക് ഒരിക്കലും വാക്കുകൾ കൊണ്ട് അവിടെ നന്ദി പ്രകടിപ്പിക്കാൻ അവൾക്ക് സാധിച്ചില്ല. പിന്നെയോ അവൾക്കുള്ളത് സകലതും
എന്താണ് അരുമനാഥനായിരിക്കുന്ന യേശുവിനേക്ക് സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു മറിയെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. 26-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ ഭാഗത്തിൽ അത് പറയാണ്, ഒരു വെങ്കൽ ഭരണി വിലയേറിയ പരിമള തൈലം അവൻ്റെ തലയിൽ ഒഴിച്ചു. ഒരാശങ്കയുമേ ഇല്ലാതെ, ഒരു അഭിപ്രായത്തിനും അവൾ കാത്തു നിൽക്കാതെ ഓടി വന്ന് തൻ്റെ വീണ്ടെടുപ്പുകാരനായ ദൈവത്തെ, തനിക്ക് ആനന്ദം തന്ന, തനിക്ക് പാഠങ്ങൾ പറഞ്ഞു തന്ന, തനിക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ ആലോചനകളും പറഞ്ഞു തന്നതായ യേശുവിൻ്റെ ദേഹത്തേക്ക് അവൾ തൈലം പൂശുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ നല്ല പ്രവൃത്തിയെ കണ്ടുകൊണ്ട് ശിഷ്യന്മാർ അവരെ എന്താണ് ശാസിക്കുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്. നമുക്ക് 8ഉം 9ഉം വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്, ശിഷ്യന്മാർ അത് കണ്ടിട്ട് മുഷിഞ്ഞു. ഈ വെറും ചെലവ് എന്തിന്? ഇതുവരെ വിലയ്ക്ക് വിറ്റ് ഇത് വലിയ വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. നോക്കുക, കാരണം ഈ തൈലം എന്ന് പറയുന്നത് 300 വെള്ളിക്കാശിൻ്റെ വകയാണ്. 300 ദിവസത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ഒരു വെങ്കൽ ഭരണി തൈലം എന്ന് പറയുന്നത്. ഈ കണക്ക് കൂട്ടിയതൊക്കെ ആരാന്നറിയാവോ? യൂദയ്ക്ക് കണക്കിന് നല്ല പിടിയല്ലേ. യൂദ ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ട് പറയുവാണെങ്കിൽ ഇത് വെറും പാഴ്ചെലവ്. എന്തിനാണ് നീ ഈ ആവശ്യമില്ലാത്ത പ്രവൃത്തി ചെയ്ത്? എത്രയോ ദരിദ്രർ നമ്മുടെ ഇടയിലുണ്ട്, അവരെയൊക്കെ നമുക്ക് സഹായിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ് അവളെ വിമർശിക്കുമ്പോഴും ഇതെല്ലാം സൈലൻ്റായിട്ട് സമ്മതിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടം ശിഷ്യന്മാരും ആ ഇടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. യേശു അവളെ ന്യായീകരിക്കുകയാണ്. 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. നല്ല അംശം തിരഞ്ഞെടുത്തവൾ നല്ല പ്രവൃത്തി ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പ്രിയമുള്ളവരെ, എത്ര നാളുകൊണ്ട് ഞാനും നിങ്ങളും വചനം കേൾക്കുന്നു, എത്ര വർഷം കൊണ്ട് നമ്മൾ സഭയുടെ അംഗമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കുന്നു. പ്രത്യേകിച്ച് തോലശ്ശേരി സഭയുടെ അംഗമെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഗമയാണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം ആരാണ്ട് പറയുന്നത് തിരുവല്ലയുടെ ഭദ്രാസനമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. ഒക്കെ എത്ര അഭിമാനമാണ്. പക്ഷേ നല്ല അംശം തിരഞ്ഞെടുക്കുവാനും നല്ല പ്രവൃത്തി എന്നിലും നിങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരുന്നുണ്ടോ എന്ന് നമ്മോട് തന്നെ ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. എന്താണ് അവളുടെ നല്ല പ്രവൃത്തി? 12-ാമത്തെ വാക്യത്തിൽ യേശു തന്നെ പറയുന്നുണ്ട്, ഈ തൈലം എൻ്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്തിരിക്കുന്നുവെന്ന്. യഹൂദ പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ മരിച്ചവരുടെ ശരീരത്തിൽ സുഗന്ധവർഗ തൈലവുമൊക്കെ പൂശുന്നത് പതിവാണ്. ഈ ശുശ്രൂഷ നടന്നു വരുന്നത് 3 തൊട്ട് 7 ദിവസങ്ങളിലായിട്ടാണ്. ഈ ശുശ്രൂഷ ചെയ്യുന്നതും സ്ത്രീകളാണ്. നമ്മളിവിടെ കാണുന്നത് തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ കാത്തിരിക്കുന്ന ഒരു യേശുവിനെയാണ്. നമുക്കറിയാം, ഇനി 2 ദിവസം കൂടെ കഴിയുമ്പം അവിടെ എന്താണ്, ക്രൂശീകരണം നടക്കാൻ പോവുകയാണ്. യേശുവിനെ ക്രൂശിക്കാൻ പോവുകയാണ്. 3-ാം ദിവസം 3-ാം മണി നേരം ആകുമ്പോഴത്തേക്കും അവൻ മരിക്കും. പിന്നീട് വരുന്നതോ ശബത്ത് ദിവസമാണ്. ഇനി അവനെ തൈലം പൂശാനോ മറ്റ് കർമ്മങ്ങളോ ഒന്നും ചെയ്യുവാൻ നമുക്ക് സമയമില്ല. ഈ ഒരു ദൈവിക ഇടപെടലായിരിക്കാം മറിയെ തക്ക സമയത്ത് തൻ്റെ അരുമനാഥന് തൈലം പൂശാൻ പ്രേരിപ്പിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നോക്കുക, ഈ ലോകത്തിൽ നാം പലതും ചെയ്യാറുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിന് വേണ്ടി, അരുമനാഥനായിരിക്കുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന യേശുവിന് വേണ്ടി എനിക്കും നിങ്ങൾക്കും എന്ത് ചെയ്യുവാൻ സാധിച്ചു? മറിയ തനിക്കുള്ളത് പൂർണ്ണമായി സമർപ്പിച്ചു. തനിക്കുള്ളത് സകലതും അവൻ്റെ കാൽക്കലേക്ക് അവൾ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കണം. മദർ തെരേസ ഇപ്രകാരം പറഞ്ഞു, ത്യാഗം സ്നേഹത്തെ പൂർണ്ണമാക്കുന്നു. എന്ത് ത്യാഗമാണ് ഞാനും നിങ്ങൾ സഹിച്ചിട്ടുള്ളത്? നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ ത്യാഗത്തിൻ്റെ ഫലമായിട്ടാണ് മനോഹരമായ ഈ ദേവാലയത്തിൽ ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് എന്ത് നന്മയാണ് നമുക്കിപ്പോൾ കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്? നമ്മോട് തന്നെ നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. എന്നാലേ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, അവിടെ പ്രവൃത്തിക്ക് ദൈവം ഒരു ഫലം കൊടുക്കുകയാണ്. 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തോളം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും. നോക്കുക, ബഥാനിയയിലെ ഒരു മുറിയിൽ മാത്രം അന്ന് സുഗന്ധം പരത്തിയെങ്കിൽ അവളുടെ പ്രവൃത്തി ലോകമെങ്ങും സുഗന്ധമുള്ളതായി തീർന്നിരിക്കുന്നു. ഇന്നും നാം ആ സുഗന്ധം ആസ്വദിക്കുന്നവരാണ് അല്ലേ. മറിയയുടെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു കുളിർമയൊക്കെ ഉണ്ടാകാറുണ്ട്. ആ സുഗന്ധത്തിൻ്റെ അനുഭവം ഇന്നും നമ്മൾ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നമ്മോട് തന്നെ ചോദിക്കണം, എന്ത് സുഗന്ധമാണ് ഇന്ന് എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നത്? എൻ്റെ കുടുംബത്തിൽ എന്ത് സുഗന്ധമാണ് ഞാൻ പരത്തുന്നത്? എൻ്റെ സഭയിൽ എന്ത് സുഗന്ധമാണ് ഞാൻ പരത്തുന്നത്? ഞാനായിരിക്കുന്ന സമൂഹത്ത് എന്ത് സുഗന്ധം പരത്തുവാൻ എനിക്ക് സാധിക്കുന്നു എന്ന് നാം ചോദിക്കേണ്ടിയിരിക്കുന്നു. സുഗന്ധം പരത്താൻ നമുക്ക് കഴിയുമോ?
ഒരിക്കൽ ഒരു ഗുരു തൻ്റെ 3 ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പഠനം ഇവിടെ പൂർത്തീകരിക്കാൻ പോകുകയാണല്ലോ, എനിക്ക് നിങ്ങളുടെ വിശ്വസ്തതയും നിങ്ങളുടെ സമർപ്പണവും ഒന്ന് പരീക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 3 പേർക്ക് ഞാൻ 2 കാശ് വെച്ച് തരാൻ പോകുന്നു. ഞാൻ കാണിച്ചു തരുന്ന ആ മുറിയിൽ ഈ 2 കാശ് കൊണ്ട് നിങ്ങൾക്ക് എന്താണോ ലഭിക്കുന്നത് ആ മുറിയിൽ നിറയ്ക്കണം. ഞാൻ നാളെ മടങ്ങി വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കുടിലുകൾ സന്ദർശിക്കും. എൻ്റെ മനസ്സ് തൃപ്തിപ്പെടുന്നവനെ ഞാൻ എൻ്റെ യഥാർത്ഥ ശിഷ്യനായിട്ട് കൈക്കൊള്ളും. അങ്ങനെ 2 കാശും വാങ്ങിച്ച് ഈ 3 ശിഷ്യന്മാർ മാറി നിൽക്കുകയാണ്. എന്താണ് ചെയ്യുന്നത്? വെറും 2 കാശ്, ഒരു മുറിയും 2 കാശും. എന്തു ചെയ്യും? ഒന്നാമത്തവൻ പോയി എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് വന്ന് മുറി നിറച്ചു. രണ്ടാമത്തവനും പോയി അവനും കൊണ്ടുവന്ന് നിറച്ചു. മൂന്നാമത്തവനും പോയി അവനും കൊണ്ടുവന്ന് അവൻ്റെ മുറി നിറച്ചു. അടുത്ത ദിവസം വൈകുന്നേരമായപ്പോൾ ഗുരു വന്നു. ഗുരു വന്നിട്ട് ഒന്നാമത്തവനെ വിളിച്ചു, ഞാൻ നിൻ്റെ മുറി കാണാൻ വരികയാണ്, പെട്ടെന്ന് ആ മുറി തുറന്നു വരിക. അങ്ങനെ ചെന്ന് ഗുരുവും ഒന്നാമത്തെ ശിഷ്യനും കൂടെ മുറിയുടെ വാതിൽക്കൽ ചെന്ന് നിന്നു. മുറി തുറന്നപ്പോൾ എവിടുന്നൊക്കെയോ കിട്ടാവുന്ന വേസ്റ്റുകൾ കൊണ്ട് ആ മുറി നിറച്ചിരിക്കുകയാണ്. അസഹ്യമായിരിക്കുന്ന സ്മെല്ല് കൊണ്ട് ഗുരു അവിടുന്ന് ഓടിപ്പോയി. എന്നിട്ട് ഗുരു ആ ശിഷ്യനോട് ചോദിച്ചു, നിനക്കെന്താണ് സംഭവിച്ചത്? 2 കാശിന് ഇതല്ലാതെ എന്ത് ലഭിക്കാനാണ്? രണ്ടാമത്തവൻ്റെ അടുത്തേക്ക് പോയി. അവനും ഓടിപ്പോയി മുറി തുറന്നു. മുറി തുറന്നപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാവോ? തുറന്നപ്പോഴേ മേളിൽ നിന്ന് ചില പൊടികളൊക്കെ വീണു. എന്താണെന്നറിയാവോ? മുറി നിറഞ്ഞിരുന്നത് കച്ചി കൊണ്ട് നിറയ്ക്കപ്പെട്ട ഒരു മുറി. ഗുരുവിൻ്റെ ദേഹത്തേക്ക് ആ കച്ചിപ്പൊടികൾ വീഴുകയും ചൊറിഞ്ഞുകൊണ്ട് ഗുരു അവിടെ നിന്ന് ഓടിപ്പോയി. അവനോടും ചോദിച്ചു, നിനക്കെന്താണ് സംഭവിച്ചത്? പറഞ്ഞു, 2 കാശിന് കച്ചിയല്ലാതെ എന്ത് ലഭിക്കാനാണ്? മൂന്നാമത്തവൻ്റെ റൂമിൻ്റെ മുമ്പിലേക്ക് പോയി. അവനോട് പറഞ്ഞു, നീയെങ്കിലും ഒന്ന് തുറക്കി, ഇതിനകത്ത് എന്താണോ എനിക്ക് വെച്ചിരിക്കുന്നത്. ആ മുറി ഒന്ന് തുറന്നപ്പോൾ ഒരു മെഴുകുതിരി വിളക്ക്, അതിനോടൊപ്പം സുഗന്ധം പരത്തുന്ന ഒരു ചന്ദനത്തിരിയും കൂടെ കത്തിച്ച് വെൽക്കുന്നത് കാണുവാൻ സാധിച്ചു. ഗുരുവിൻ്റെ മനസ്സാകെ നിറഞ്ഞു. ഗുരു ആ മുറിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ ശിഷ്യനെ വിളിച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നല്ല ദാസനെ, നീയാണ് എൻ്റെ യഥാർത്ഥ ശിഷ്യൻ. നോക്കുക, നിനക്ക് ഇത് സാധിച്ചത് എങ്ങനെയെന്ന് എനിക്കത് അറിയത്തില്ല. എൻ്റെ പാഠങ്ങൾ നീ കൃത്യമായി പഠിച്ചു, ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന വചനങ്ങൾ നീ കൃത്യമായി ഗ്രഹിച്ചു എന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്ന ഇതാണ്. വർഷങ്ങളായിട്ട് നമ്മൾ വചനം പഠിക്കുന്നവരാണ്. എത്രമാത്രം പരിമളം പരത്തുവാൻ എനിക്ക് നിങ്ങൾക്ക് അനേക സാധ്യതകൾ നമുക്കുണ്ട്, അനേക കാര്യങ്ങൾ നമ്മുടെ മുമ്പാകെ തുറന്നു നിൽപ്പുണ്ട്. എന്നാൽ അതിനെയൊക്കെ തക്കത്തിൽ ഉപയോഗിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമായി തീർന്നു. എത്ര കാലം കൊണ്ട് വചനം പഠിച്ചു പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല, അതിൻ പ്രകാരം ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത്. നമുക്ക് എപ്പോഴും ഒരു ഉത്തരമുണ്ടാകണം, ഞാൻ ആരാണ്, ഞാൻ എങ്ങനെയാണ്, ഞാൻ എപ്രകാരമാണെന്നുള്ള ചോദ്യം നമ്മളെ ദിനംതോറും നമ്മളോട് ചോദിച്ചുകൊണ്ട് വേണം നമ്മളെ പുതുക്കപ്പെടുവാൻ. അതുകൊണ്ട് ശൂന്യംകാരത്തെ സ്ത്രീയിൽ കണ്ടതുപോലെ അനുസരണമുള്ളവളായി തൻ്റെ കുടുംബത്തെ യഥാസ്ഥാനപ്പെടുത്താൻ സാധ്യമായി തരണം. ഫേബയെ കണ്ടതുപോലെ അവളുടെ വിശ്വാസം ആ സഭയെ നിലനിർത്തിയതുപോലെ സഭയെ യഥാസ്ഥാനപ്പെടുത്തുവാനും നമുക്കോരോരുത്തർക്കും സാധിക്കണം. മറിയ കർത്താവിനെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചതുപോലെ ഞാനും നിങ്ങളും കർത്താവിന് വേണ്ടി നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ നാം ആയിരിക്കുന്ന സ്ഥാനത്ത് വിളങ്ങി ശോഭിപ്പാനും ഒരു പരിമള തൈലം പോലെ മറ്റുള്ളവർക്ക് സുഗന്ധം പരത്തുന്നവരായിട്ടും ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായി തീരും. അതുകൊണ്ട് അപ്രകാരമായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. എനിക്ക് പ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന CY തോമസ് അച്ഛനോടും ശ്രീജന സഖ്യത്തിനോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചോളും.